അതല്ല എന്നോട് പുള്ളിക്ക് പണക്കുണ്ടാക്കാൻ ഇതൊന്നുമല്ല. ഈ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, പിണറായി പാർട്ടി സെക്രട്ടറി. അപ്പോൾ പിണറായി ഈ വി എസ് അച്യുതാനന്ദൻ എപ്പോഴും എന്നെ വിളിക്കും, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം ഇപ്പോൾ ഈ വി എസ് ഈ പൂഞ്ഞാറ്റിലാണ് ഒളിച്ചിരുന്നത്. അന്ന് ഇടി കിട്ടും, കൊല്ലും. അപ്പം പിണറായി ആലപ്പുഴയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി ഇവിടെ വന്ന് ഇവിടെ താളനാനിക്ക് നമ്മുടെ നമ്മുടെ പുരുഷോത്തമൻ സാറിൻ്റെ വാലാനിക്കൻ കല്ലക്കുളത്ത് വാലാനിക്ക് കുടുംബത്തിൽ വിളിച്ചിരിക്കുക. അപ്പം പുള്ളി രാവിലെ 5 മണിക്ക് കുളിക്കാനിറങ്ങി അവിടെ തോട്ടിലേക്ക്. പല ദിവസം ഇപ്പോൾ ചേട്ടന്മാർ കണ്ടു ഇത് ഏതോ ഓരോരുത്തർ വിളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. അവർ പോലീസ് കൊടുത്ത് അന്ന് മീനച്ചി പോലീസ് സ്റ്റേഷൻ പാലായില്ല. ഇവന്മാർ ഇവിടെ വന്ന് പോലീസ് 2 ദിവസം വിളിച്ചിരുന്ന് വെച്ച് കുളിക്കാനങ്ങ് അച്ഛനെ പിടുത്തം വീണു. അപ്പോഴവർക്ക് അച്യുതാനന്ദൻ മനസ്സിലായി ഇതിപ്പോൾ സ്വർണം കിട്ടാനുണ്ടോ. അവരിവിടം മുതലിടി പുറയോട് കൈ കെട്ടി അറിയാം വി എസ് എന്തെല്ലാം ചെയ്യുന്നറിയോ. പൂഞ്ഞാറ് മുതൽ പാല അവരെ ഇടിച്ചു, പക്ഷേ കാണിച്ച് ഏതോ ഒരു എന്നെ എടാ നേരാവള്ളയോ അങ്ങനെ ഒരുത്തിന് ഒരു പോലീസുകാരൻ ഇടിച്ചെന്ന് മാത്രമല്ല കാലിനകത്ത് ഈ വാനിട്ട് കുത്തിക്കയറ്റി. അന്ന് ഈ പുരുഷോത്തമൻ സാറെന്ന് പറയും, ഇപ്പോഴും ഉണ്ട് മനുഷ്യനായിട്ടിരിക്കുന്നത്. അങ്ങേര് പാലാ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് ഇത് കണ്ടതാണ്, ഇങ്ങനെ ഇടിച്ച് ഇച്ചിരി ഇട്ടിരിക്കുന്നതൊക്കെ. ഇതെല്ലാം ഈ വാലാനിക്ക് സാറ് പുരുഷോത്തമൻ സാറ് പറഞ്ഞ് എനിക്കറിയാം. വേറെ ഹെഡ് മാസ്റ്ററായിരുന്നു എസ് എം സ്കൂളിൽ, ഇവിടുത്തെ രാജകുടുംബത്തിൻ്റെ സ്കൂളാണ്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്തെങ്കിലും അങ്ങനെ അവിടെ പഠിപ്പിച്ചാണ്, എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ വി എസിനോട് എനിക്ക് മനസ്സിലൊരു ആരാധനയും സ്നേഹവും നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ തൊഴിൽ കൊണ്ടുവന്നത്. ഞാൻ ഈ ഇപ്പോൾ ഒരു 2 കൊല്ലമായ പുള്ളി ഒരു അനങ്ങാൻ മേള ക്ഷീണിതനായിട്ട്. അതിനുമുമ്പ് മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ പോകുമായിരുന്നു. ഈ എന്നെ പൊക്കി കാണിക്കപ്പോൾ എടോ തൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയും. ഇപ്പോഴും പാട് കിടപ്പുണ്ടാകും വേണ്ടി കുത്തിക്കയറ്റിയത്. അങ്ങനെ ഞാൻ വി എസിനെ അപ്പം പ്രതിപക്ഷതാവല്ലേ, അപ്പോൾ ഈ മാണിയുടെ ബന്ധുക്കളും പിന്നെ കുറേ മാന്യന്മാരൊക്കെ കൂടെ അവിടെ ഇച്ചിരി ഭൂമി കയ്യായിരുന്നു നമ്മുടെ ഇടുക്കിയില്ലേ. അങ്ങനെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഭൂമി കയറ്റം ശരിയല്ലല്ലോ, പോയേക്കാന്ന് പറഞ്ഞു. വി എസിൻ്റെ കൂടെ വി എസ് ഞാനും കൂടെ നടന്ന് കയറി. പോലീസും പട്ടാളും ഫോറസ്റ്റുകാരും ബഹളം എല്ലാവരും ഏക്കാൻ്റെ എല്ലാവരും അടിച്ചോടിച്ചേച്ച് അവിടെ കേന്ദ്ര സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചു. അത് വലിയ സംഭവമല്ലേ അന്നത്തെ. പിന്നെ മൂന്നാറെന്നാണ് പറഞ്ഞത്. അവിടെ ഒരാറേ ഉള്ളൂ, ഇപ്പോൾ ബാക്കി 2 ആറും നാട്ടുകാർ കൊണ്ടുപോയി. അവിടെയും പോയി അച്യുതാനന്ദനെ കൊണ്ടുപോയി. എന്തിന് അന്ന് എം എം മണിയുടെ അനിയനെ വരെ വസ്തു വരെ ഞങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ ഒത്തിരി നല്ല കാര്യം ചെയ്യാൻ പറ്റും വി എസിൻ്റെ കൂടെ പോയി. അങ്ങനെ വി എസുമായിട്ടുള്ള നല്ല ബന്ധം വന്നു. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയുള്ള നമ്മുടെ ഈ കരിമണക്കടലിൽ നടക്കുന്ന എന്തൊരു പൂക്കൃതനാണ്. അതുപോലെ വി എസിനോട് പറഞ്ഞിട്ട് ഞാനാണ് വി എസിന് പറഞ്ഞിട്ട് അവിടെ പോയി തടഞ്ഞത് പെറ്റിഷൻ കമ്പനി ചെയർമാനായിരുന്നപ്പോൾ. അപ്പോൾ അതെല്ലാം കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു മുഴുവൻ. ഈ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ വി എസിൻ്റെ ആളായി എന്നുള്ളത് പിണറായിക്കൊരു വൈരാഗ്യമായി. പിണറായി മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴല്ലേ വി എസ് കയറി മുഖ്യമന്ത്രിയാകുന്നത്. അതാണ് പുള്ളിയുടെ എന്നോട് വഴക്കുണ്ടാക്കി. അല്ലെ വി എസ് പിണറായി വിളിച്ച് ചെവിയിൽ ജോറേ അയാൾ കൊടുത്ത് പോകണ്ടെന്ന് പറയണ്ടേ, പറഞ്ഞില്ലല്ലോ. പിന്നെ എന്നോട് പണക്കേണ്ട കാര്യം എന്താ. ഞാൻ പ്രതിപക്ഷ ഒരു അംഗം എന്നതിൽ വി എസിനെ കൊണ്ട് നടന്നു. അതിന് പിണറായി വിഷമിക്കേണ്ട കാര്യം എന്താ. എന്നെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യണ്ടേ പിണറായി. അതിനോട് തിരിച്ചായി. അപ്പോൾ എന്നാൽ നമ്മുടെ ജോലി ചെയ്തേക്കാന്ന് വെച്ചു, വെറുതെ ഉപദ്രവിക്കുക.